ആചാരപ്പെരുമയിൽ തൃശൂർ പൂര വിളംബരം ഇന്ന് രാവിലെ 8:30 ദേശത്തു നിന്ന് പുറപ്പെടുന്ന നെയ്തലക്കാവിലമ്മ 11 മണിയോടെ വടക്കുന്നാഥനിൽ പ്രവേശിക്കും. 11:30 തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്കിറങ്ങുന്ന ദേവി ശ്രീമൂലസ്ഥാനത്തിന് സമീപമുള്ള നിലപാട് തറയിലെത്തി വിളംബരം ചെയ്യുന്നതോടെയാണ് തൃശൂർ പൂരത്തിന് വിളംബരമാകുന്നത്. CV അനുമോദ് ചേരുന്നുണ്ട് തൃശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഗുഡ് മോർണിംഗ്. അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? നമുക്കറിയാം വലിയൊരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന പൂരമാണ്. പതിവ് പോലെ ഉള്ള ആളുകളൊക്കെ അവിടെ എത്തിച്ചേരുന്നുണ്ടോ? ഒരുപാട് തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, ഗുഡ് മോർണിംഗ്. ഞാനുള്ളത് നെയ്തലക്കാവിലാണ്. നമുക്കറിയാം നെയ്തലക്കാവ് അമ്മയാണ് പൂര വിളംബരം നടത്തുന്നത്. തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നെയ്തലക്കാവ് അമ്മയ്ക്കാണ് നിർവഹിക്കാനുള്ള അവകാശം ശക്തൻ തമ്പുരാൻ നൽകിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ചടങ്ങുകൾക്കൊക്കെ ആരംഭമാകുന്നതേ ഉള്ളൂ. 8 മണിയോടെയാണ് ഈ ഒരു പൂര വിളംബര ചടങ്ങുകൾ ഇവിടുന്ന് തുടങ്ങുക. അതായത് ഇവിടുന്ന് എഴുന്നള്ളിച്ച് അത് ഭഗവതി നേരെ വടക്കുനാഥ സന്നിധിയിലെത്തി വടക്കുനാഥനെ വഴി പുറത്തിറങ്ങുന്നതോടെയാണ് പൂരത്തിന് വിളംബരമാവുന്നതാണ്. നമ്മോടൊപ്പം നെയ്തലക്കാവ് ദേവസ്വത്തിലെ പ്രസിഡന്റ് ശ്രീ അനൂപ് ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇത്തവണത്തെ ചടങ്ങുകൾ? ഈ പൂരത്തിൻ്റെ ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലെ ഒരു പ്രൗഢി കുറച്ചുകൊണ്ടാണ് എല്ലാവരും ചെയ്യുന്നത്. എല്ലാം പ്രൗഢി കുറച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിന് ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്ത തൃശ്ശൂർ പൂരത്തിന് നാന്ദി കുറിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പൂരവിളംബരം. ആ തൃശ്ശൂർ പൂരവിളംബരം നടത്തുന്നത് കുറ്റൂർ ശ്രീ നെയ്തലക്കാവിലമ്മയാണ്. അതിന് തട്ടകനികവാസികളുടെ അകമ്പടിയോടുകൂടി നെയ്തലക്കാവിലമ്മ ഇവിടുന്ന് രാവിലെ 8 മണിക്ക് നാദസ്വരത്തിൻ്റെ അകമ്പടിയോടുകൂടി എറണാകുളം ശിവകുമാരൻ്റെ ശിരസിലേറി നെയ്തലക്കാവിലമ്മ ഇവിടുന്ന് 8 മണിക്ക് പുറപ്പെടും. നമ്മൾ 10 മണിക്ക് മണികണ്ഠനാലിൽ അവിടെ എത്തി നാദസ്വരം അവിടെ അവസാനിച്ച് കിഴക്കൂട്ടനിയന്മാരുടെ നേതൃത്വത്തിലുള്ള മേളത്തോടുകൂടി ശ്രീമൂലസ്ഥാനത്തെത്തി അവിടുന്ന് തെക്കേ ഗോപുര നടയിൽ ഒരു ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ തെക്കേ ഗോപുര നടയിലെത്തി തെക്കേ ഗോപുര നട തുറന്ന് വടക്കുനാഥനെ വണങ്ങി പൂരത്തിന് അനുവാദം ചോദിച്ച് എല്ലാ ഘടകപൂരങ്ങളെയും ഭക്തജനങ്ങളെയും പൂരാസ്വാദകരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങ് അവിടെ നടക്കും. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ തൃശ്ശൂർ പൂര വിളംബരം നടത്തുന്നതിന് വേണ്ടി ശ്രീമൂലസ്ഥാനത്തെത്തി നെയ്തലക്കാവ് ഭഗവതിയും